അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ബഹുമാന സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർ, നമ്മുടെ ഈ മജ്ലിസ് കാണുന്നവർ, നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ, നമ്മെ ഇഷ്ടപ്പെടുന്നവർ, ലോക മുഅ്മിനീങ്ങൾ, നമുക്കെല്ലാവർക്കും അല്ലാഹു തആല അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ച് നിന്ന് അവസാനം മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി കെലിമ പറഞ്ഞ് മരിക്കാൻ റബ്ബ് നമുക്ക് തൗഫീക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, നമ്മുടെ ഹാജിമാർ, അവരൊക്കെ ഈ സ്വദേശികളായ ഹാജിമാരൊക്കെ അവരൊക്കെ വീടുകളിലേക്ക് എത്തിക്കഴിഞ്ഞു. ഈ ഗൾഫ് രാജ്യങ്ങളിലുള്ള പല ഹാജിമാരും അവരൊക്കെ വീട്ടിലെത്തിക്കഴിഞ്ഞു. നമ്മുടെ വിദേശികളായ ഹാജിമാർ പലരും പുറപ്പെട്ടു കഴിഞ്ഞു. പല രാജ്യങ്ങളിലുള്ള നമ്മുടെ ഇന്ത്യയിലേക്ക്, നമ്മുടെ കേരളത്തിലേക്ക് ഹാജിമാരൊക്കെ വന്നുകൊണ്ട് ഇരിക്കുക, അതിനുള്ള ഒരുക്കം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹാജിമാരൊക്കെ ഈ മാസം, ഇപ്പോൾ ഇത് അറബി മാസം, അതായത് ദുൽഹിജ്ജ മാസത്തിൻ്റെ ഇന്ന് 22-ാമത്തെ രാവാണ്, നാളെ 22-ാമത്തെ പകലാണ്. അപ്പോൾ ഈ ഒരു മുഹറം മാസത്തിന് മുമ്പായി തന്നെ ഹാജിമാരൊക്കെ ഒരു പക്ഷേ നാട്ടിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത്. അൽഹംദുലില്ലാ, അല്ലാഹു തആല അവർക്കൊക്കെ വളരെ സേഫായി, ഒരു പ്രയാസവുമില്ലാതെ നാട്ടിലേക്ക് മടങ്ങി വരാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു അവർക്കെല്ലാവർക്കും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിലവിൽ ഹാജിമാരൊക്കെ അവരെ ഉംറയിലാണ്, ഉംറ ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ മദീനയിൽ സിയാറത്തിലായി കഴിയുന്ന ഹാജിമാരുണ്ട്. അൽഹംദുലില്ലാ, അല്ലാഹു തആല അവർക്കൊക്കെ അവർ ചെയ്യുന്ന എല്ലാ അമലുകളും സ്വീകരിക്കട്ടെ. അവരെ ചെയ്യുന്ന പുണ്യമായ ദുആകളിൽ പാവപ്പെട്ട നമ്മളെയും ഉൾപ്പെടുത്താനുള്ള ഓർമ്മശക്തി അല്ലാഹു അവർക്ക് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ഈ ഹാജിമാർ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ അയൽവാസികളായ, നമ്മുടെ കുടുംബക്കാരായ, നമ്മുടെ നാട്ടുകാരായ ഹാജിമാരുണ്ടാകും. അപ്പോൾ ഹാജി വന്നാൽ നമ്മൾ അവരിങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കലല്ല, ഈഗോ അടിച്ചിരിക്കലല്ല, നമ്മൾ അങ്ങോട്ട് പോയി അവരെ കാണുക എന്ന് വെച്ച് വന്ന ഉടൻ തന്നെ പോയി കണ്ട് അവരെ ഇടങ്ങേറാക്കുന്നൊരവസ്ഥ. കാരണം വരുമ്പോൾ ഭയങ്കര ക്ഷീണമായിരിക്കാം, ചിലപ്പോൾ പനിയും ചുമയൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥ ഉണ്ടാവരുത്. ജസ്റ്റ് ഒന്ന് വിളിച്ചു ചോദിക്കടാ, ഞാനിന്ന് വന്നോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് അവർക്ക് പറ്റുന്ന ഒരു അവസരം കൂടി നോക്കിയിട്ട് നമ്മൾ പോവുക കേട്ടോ, ഇൻഷാ അല്ലാഹ്. പോയി അവർ മുസാഫത്ത് ചെയ്യുക. പിന്നെ അവർ കൊണ്ടുവന്നിട്ടുള്ള ചെറിയ സംസം വെള്ളം ചെറിയ ഗ്ലാസ്സിലേക്ക് കിട്ടുണ്ടാകും, അതങ്ങോട്ട് അൽഹംദുലില്ലാ റാഹത്തായി കുടിക്കുക. ചിലപ്പോൾ ഈത്തപ്പഴം കിട്ടും, അത് കഴിക്കുക. അതൊക്കെ വലിയ എന്താണ്, നല്ലൊരു ചര്യയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവിടുത്തെ സ്വഹാബിമാരൊക്കെ നമുക്ക് പഠിപ്പിച്ച പുണ്യമായ കർമ്മമാണ്. ഹാജിമാരെ ചെന്ന് കാണുക, അവരുടെ കണ്ണിൽ ചുംബിക്കുക, നെറ്റിത്തടത്തിൽ ചുംബിക്കുക, അവരെ മുസാഫഹ ചെയ്യുക, അവരോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുക. അതൊക്കെ വളരെ പുണ്യമുള്ള കാര്യമാണ്. അല്ലാഹു തആല മുഴുവൻ ഹാജിമാരുടെയും ഹജ്ജ് അല്ലാഹു സ്വീകരിക്കട്ടെ. നമുക്കും താമസിയാതെ ഹജ്ജും ഉംറയൊക്കെ ചെയ്യാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പുണ്യങ്ങൾ കിട്ടാനും ഒരുപാട് ബറക്കാത്തുകൾ ഉണ്ടാവാനുള്ള ദിക്ർ, തസ്ബീഹാത്തുകളുടെ ഒരു മജ്ലിസിനാണ് നമ്മളുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്കൊരു ദിക്ർ പറഞ്ഞ് നമ്മുടെ മജ്ലിസിലേക്ക് കടക്കാം. അല്ലാഹു തആല മജ്ലിസിനെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുന്ന ഒരു ദിക്റുണ്ട്. ഇഴജന്തുക്കൾ, അതുപോലെ തന്നെ മനുഷ്യനിൽ നിന്നുള്ള, പിശാചിൽ നിന്നുള്ള, മോശപ്പെട്ട ജിന്നുകളിൽ നിന്നുള്ള, എല്ലാ ജീവജാലങ്ങളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ തടയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പുണ്യമായ ഒരു ദിക്റാണ്. അത് വല്ലാത്തൊരു പവറുള്ള ദിക്റാണ്. ഇൻഷാ അല്ലാഹ് നമുക്കതൊന്ന് പറയാം. നമ്മൾ ഹദ്ദാദിലൊക്കെ പറയുന്ന ഒരു ദിക്ർ കൂടിയാണത്. അഊദു ബികലിമാതില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. 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 അഊദു ബികലിമാതില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്.
أعوذ بكلمات الله التامات من شر ما خلق 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 أعوذ بكلمات الله التامات من شر ما خلق. നമ്മുടെയൊക്കെ വീടുകളിലെ പണ്ടൊക്കെ നമ്മുടെ കാർന്നവന്മാർ, നമ്മുടെ ഉപ്പ ഉമ്മ വല്ലുപ്പ വല്ലുമ്മയൊക്കെ നമ്മുടെ മക്കളെ, അതായത് നമ്മളെയൊക്കെ ഉറക്കാൻ വേണ്ടി തൊട്ടിലിൽ ആട്ടുന്ന സമയത്ത് പാടുന്ന ഹസ്ബി റബ്ബി ജല്ലല്ല, ഇന്ന് ആരണ്ടത് പാടുന്നത്? ഉണ്ടാകാട്ടോ, ഉണ്ടാവാം, പക്ഷേ വളരെയധികം വിരളമായി പോയി. അതൊരു ഉറക്കാൻ വേണ്ടി, കുട്ടികളെ ഉറക്കാൻ വേണ്ടി പറയുന്ന ഒരു ദിക്റല്ല, മറിച്ച് അതൊരു അതിൻ്റെ അർത്ഥം അറിഞ്ഞ് നമ്മൾ പറഞ്ഞാൽ ഏതു സമയത്തും നമ്മൾ പറയും. എന്താ അതിൻ്റെ അർത്ഥം? ഹസ്ബി റബ്ബി ജല്ലല്ലാ, അല്ലേ? അല്ലാഹുവേ എനിക്ക് നീ മതി. ഹസ്ബി റബ്ബി, എൻ്റെ റബ്ബ് എനിക്ക് മതിയായവനാണ്. മാഫി ഖൽബി ഗൈറുല്ലാ, അല്ലാഹുവേ നീ അല്ലാതെ ഒരാളും എൻ്റെ ഹൃദയത്തിലില്ല. നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹ്, പ്രകാശമായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവേ ആരാധനക്കർഹൻ നീ അല്ലാതെ മറ്റാരുമില്ല. അതൊരു ഒരു വിശ്വാസിയുടെ ഖൽബിൽ നിന്നും വരേണ്ട ഒരു ദിക്റാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ? ഇൻഷാ അല്ലാഹ് ഇനിയുള്ള എല്ലാ ദിക്റിൻ്റെ മജ്‌ലിസിലും നമുക്കത് പറയണം, എല്ലാ മജ്‌ലിസിലും പറയണം. കാരണം ഒരുപാട് നേട്ടങ്ങൾ നമ്മെ കാത്തിരിക്കുന്ന, അതിപ്പോൾ അന്യം നിന്ന് പോയി, അതിപ്പോൾ ആരും പറയാറില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കത് പറയണം. അതിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ നമുക്ക് കിട്ടണം. നമുക്കൊന്ന് പറഞ്ഞാലോ? എല്ലാവരും ഉറക്കെ പറഞ്ഞു. ഇത് കുട്ടികളെ ഉറക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, നമുക്ക് എപ്പോഴും ഏത് സമയത്തും, നിസ്കാരമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഉമ്മമാർക്ക് ഏത് സമയത്തും പറയാൻ പറ്റിയ പുണ്യമായ ഒരു ദിക്റാണ്, പുണ്യമായ ഒരു വചനമാണ്. പറഞ്ഞോ? ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്
ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ദാരിദ്ര്യമില്ലാതിരിക്കാനും സമ്പത്ത് കുന്നുകൂടുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പൈസ അല്ല, നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട പൈസ അല്ലേ. നമുക്കൊരു ഹോസ്പിറ്റൽ കേസ് വന്നൊന്ന് പോയി ചികിത്സിക്കണ്ടേ, ആരുടെയും മുമ്പിൽ പോയി കൈനീട്ടേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ ഒരുപാട് ഇസ്മുകളുണ്ട്, നമുക്ക് സമ്പന്നത നേടിത്തരുന്ന ഇസ്മുകൾ. 3 ഇസ്മുകൾ ചേർത്തിട്ട് നമുക്കൊന്ന് പറഞ്ഞാലോ ഒരുപാട് നേട്ടം കിട്ടും, ഒരുപാട് ഗുണങ്ങളുണ്ട്. ഓരോ ഇസ്മിനും വ്യത്യസ്തമായ നേട്ടമാണ്. അത് 3ഉം ചേർത്ത് നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാം. അല്ലാഹു തആല നമ്മുടെ സമ്പത്തിലൊക്കെ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. പറഞ്ഞോ, യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം, യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം, യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം, യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം, യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം, യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം, യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം, യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം, യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം, യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം, യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം, യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം, യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം, യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം, യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം, യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം, യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം, യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം, യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം, യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം, യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം, യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം, യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം, യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം, യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം, യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്നും നമുക്ക് സലാമത്ത് കിട്ടണം അല്ലേ, രക്ഷ കിട്ടണം. നമ്മുടെ ദീനിൽ, നമ്മുടെ ദുന്യാവിൽ, നമ്മുടെ ആഖിറത്തിൽ എപ്പോഴും സലാമത്ത്, രക്ഷയുണ്ടാവണം. സമ്പത്തിൽ രക്ഷയുണ്ടാവണം. നമ്മുടെ കുടുംബത്തിൽ സമാധാനം, രക്ഷയുണ്ടാവണം. അപ്പോൾ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും ജീവിതത്തിൽ ഉടനീളം നമുക്ക് കിട്ടണം. അതിന് നമ്മൾ നമസ്കാരമൊക്കെ കഴിഞ്ഞ് പറയുന്ന ഒരു ദിക്റുണ്ട്. ആ ദിക്ർ ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് പറഞ്ഞാലോ? അത് പൂർണ്ണമായിട്ടല്ല, കുറച്ച് നമുക്ക് പറയാം. ഒന്ന് പറഞ്ഞേ, അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. പറഞ്ഞോ,
അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം ജദ്ദിദു ഈമാനകും വനവ്വിറു ഖുലൂബകും വസയ്യിനു അൽസിനതകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലേ, ഹൃദയങ്ങൾ പ്രകാശിക്കുന്ന സ്വർഗത്തിന്റെ താക്കോലാകുന്ന ലോകത്ത് ഒരു മനുഷ്യൻ പറയുന്ന ഏറ്റവും പുണ്യമായ വാക്കുകളിൽ പ്രധാനപ്പെട്ട ഒന്ന് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ അല്ലേ? അവിടുത്തെ ഈ ദിക്ർ പറയുമ്പോൾ എല്ലാ വിധത്തിലുള്ള നിഅമത്തും ബറക്കത്തും എൻ്റെ ജീവിതത്തിൽ നിരന്തരമായി റബ്ബേ തരണേ, ഈ ഒരു ദിക്ർ പറഞ്ഞിട്ട് എനിക്ക് മരിക്കാനുള്ള തൗഫീക്ക് തരണേ, എൻ്റെ ആഖിബത്ത് നന്നാക്കി തരണേ എന്ന് മനസ്സിൽ കരുതി ഇൻഷാ അല്ലാഹ് ഈ ഒരു ദിക്ർ നമുക്ക് പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ
റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ ദിക്റിന്റെ സ്വലാത്തിന്റെ മജ്ലിസ് അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവിധത്തിലുള്ള നിഅമത്തും എല്ലാവിധ ബറക്കത്തുമുള്ള നല്ലൊരു മജ്ലിസാക്കി അല്ലാഹു തആല നമ്മുടെ മജ്ലിസിനെ നമ്മുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് ആളുകൾ ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസിൽ പ്രത്യേകം ഉസ്താദ് ദുആരക്കണമെന്ന് നിരവധി ആളുകൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും പ്രത്യേകിച്ച് കമന്റിലൂടെയൊക്കെ ആരൊക്കെ ദുആ ചെയ്യാൻ പറയുന്നു എല്ലാവർക്കും വേണ്ടി മൊത്തത്തിൽ ഇൻഷാ അല്ലാഹ് ദുആരക്കുന്നു. ഒരാളുകളെയും പ്രത്യേകം എടുത്തു പറയാനുള്ള ബുദ്ധിമുട്ട് കാരണം എല്ലാവരെയും ഒരുമിച്ച് നമ്മൾ ചേർത്ത് ഇൻഷാ അല്ലാഹ് ദുആരക്കുകയാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് ഫാത്തിഹയും അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ് ഒക്കെ ഓതിയിട്ട് നേരെ ദുആയിലേക്ക് കടക്കാം. അല്ലാഹു തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ, ഖബൂലാക്കട്ടെ. നാളെ നമ്മുടെ മജ്ലിസ് ഉണ്ടാകുട്ടോ, എല്ലാവരും പങ്കെടുക്കുക. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാഥാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. لا إله إلا أنت سبحانك إني كنت من الظالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. رب ارحمهما كما ربياني
ബയാനി صغيرا اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات അർഹമുർറാഹിമീനായ രാജാതിരാജനായ കരുണയുള്ള റബ്ബേ, ഞങ്ങൾ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരും നിന്റെ അടിമകളാണ്, നീ ഞങ്ങളുടെ യജമാനനാണല്ലോ അല്ലാ. അടിമകളായ ഞങ്ങൾ യജമാനനായ നിന്റെ മുന്നിലേക്ക് കൈകൾ ഉയർത്തുകയാണ് റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ യാചിക്കുകയാണ്, ഞങ്ങളുടെ തൗബയാണ് ഞങ്ങളുടെ ഈ ദുആ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇസ്തിഗ്ഫാറാണ്, ഞങ്ങളുടെ പാപമോചനമാണ്, നീ സ്വീകരിക്കണേ റബ്ബേ, തട്ടിക്കളയല്ലേ അല്ലാ. ഞങ്ങൾ ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ ഞങ്ങളുടെ ഈ ദുആയും ഞങ്ങളുടെ ഈ ദിക്റിന്റെ മജ്ലിസും ഞങ്ങളുടെ മുഖത്തേക്ക് വലിച്ചെറിയുന്ന അവസ്ഥ നീ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഇരിക്കുന്ന ഉമ്മമാരെ നീ സ്വീകരിക്കണേ അല്ലാ, ഇവിടുത്തെ വാപ്പമാരെ നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ജീവിതത്തിൽ ഞങ്ങൾ ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തവരാണ്, ഞങ്ങൾ അബദ്ധങ്ങൾ ചെയ്തു, തെറ്റുകൾ ചെയ്തു എന്ന് ഞങ്ങൾ സമ്മതിക്കുകയാണ് റബ്ബേ. ഞങ്ങളുടെ തൗബയാണ്, ഞങ്ങളുടെ തൗബ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ തെറ്റ് ചെയ്യില്ല റബ്ബേ. അല്ലാഹുവേ, ഇനി തെറ്റിലേക്ക് പോകുന്നൊരവസ്ഥ തരല്ലേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയി ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. അവരുടെ എല്ലാവരുടെയും ഖബർ നീ വിശാലമാക്കണേ അല്ലാ. ഞങ്ങളും മരിച്ച് ഖബറിലേക്ക് പോകാനുള്ളവരാണ്, ഞങ്ങളുടെ ഖബറും നീ വിശാലമാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. ഈ സദസ്സിൽ ആമീൻ പറയുന്ന അല്ലാഹുവേ, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പാവപ്പെട്ട ഉമ്മമാര്, സഹോദരിമാര്, ഉപ്പമാര്, സഹോദരങ്ങള്, ഞങ്ങളെ നീ ഹായിബാക്കി മടക്കല്ലേ അല്ലാ. ഞങ്ങളുടെ മനസ്സിന്റെ ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, എത്രയോ ഉമ്മമാരും ഉപ്പമാരുമാണ്, പാവപ്പെട്ടവരാണ് അവര് റബ്ബേ. ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ, ഞങ്ങളുടെ വീഡിയോകൾ ഞങ്ങളുടെ മജ്ലിസിന്റെ താഴെ ദുആ വസിയത്ത് പറയാറുണ്ട്, അവരുടെ സന്തോഷങ്ങൾ പങ്കിടാറുണ്ട്, അവരുടെ വിഷമങ്ങൾ പറഞ്ഞ് ദുആ വസിയത്ത് അറിയിക്കാറുണ്ട്. ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറയുന്നു, അവരുടെയും ഞങ്ങളുടെയും മനസ്സിന്റെ മുറാദുകൾ നീ ഹസിലാക്കണേ അല്ലാ. വേദനകൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, രോഗങ്ങൾ മാറ്റിത്തരണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കടമാണ് ഉസ്താദെ, എങ്ങനെ വീട്ടുമെന്നറിയില്ല. അല്ലാഹുവേ, കടക്കാരായി ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. കടങ്ങൾ വീട്ടാനുള്ള എളുപ്പവഴി അവർക്കും ഞങ്ങൾക്കും തുറന്നു തരണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ കുടുംബത്തിൽ ബറക്കത്തും സലാമത്തും നൽകണേ അല്ലാ, സ്വസ്ഥതയും സമാധാനവും നൽകണേ അല്ലാ. ഒരുപാട് സഹോദരിമാർ ഒരുപാട് പ്രയാസത്തിലാണ്, ഒരുപാട് സഹോദരങ്ങൾ പ്രയാസത്തിലാണ് റബ്ബേ. എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങൾക്ക് നീ പരിഹാരം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലാ. വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണെന്ന രൂപത്തിലാണ് റബ്ബേ. ഞങ്ങളുടെ മക്കൾ നീ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളും ആക്കണേ അല്ലാ. ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവൻ, ഞങ്ങളെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന പൊന്നുമക്കളാക്കി ഞങ്ങളുടെ മക്കളെ മാറ്റണേ അല്ലാ. അല്ലാഹുവേ, അവരുടെ പഠനത്തിൽ, അവരുടെ ജീവിതത്തിൽ നീ ഉയർച്ചയും വളർച്ചയും കൊടുക്കണേ അല്ലാ. പരീക്ഷകളിൽ ഉന്നതമായ മാർക്ക് കൊടുക്കണേ അല്ലാ. ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ഖൈറ് കൊടുക്കണേ അല്ലാ. ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടവരാണ്, അവർക്ക് നീ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ഭാര്യമാരെ കാക്കണേ അല്ലാ. അല്ലാഹുവേ, മജ്ലിസിലുള്ള ഉമ്മമാര് ജീവിതത്തിൽ ഒരുപാട് വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും സഹിച്ചവരാണ്. ഞങ്ങളുടെ ഉമ്മമാരും ഞങ്ങളുടെ സഹോദരിമാരും റബ്ബേ, അവരെ നീ ഇനി വേദനിപ്പിക്കല്ലേ അല്ലാ. അവർക്ക് നീ ഇനി സങ്കടം കൊടുക്കല്ലേ അല്ലാ. ഈ പാവപ്പെട്ട ഉമ്മമാരെ നീ കബൂലാക്കണേ അല്ലാ. അവരുടെ ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും പറയാൻ അവർ വിതുമ്പി നിൽക്കുകയാണ് റബ്ബേ. അവരുടെ വിഷമങ്ങൾ നീ കാണണേ അല്ലാ, സമാധാനം കൊടുക്കണേ അല്ലാ. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഒരുപാട് ഉപ്പമാരുണ്ട്, സഹോദരന്മാരുണ്ട്, അവർക്ക് നീ ഖൈർ കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെയും അവരുടെയും ബിസിനസ്സിലും കച്ചവടത്തിലും നീ ബറക്കത്ത്
നൽകണയല്ല. ഇടപാടുകളിൽ എല്ലാവിധത്തുള്ള നിഅമത്തും തരണയല്ല. കച്ചവടം ലാഭകരമാക്കണയല്ല. അല്ലാഹുവേ കഷ്ടനഷ്ടങ്ങൾ വരുന്നതിനെ തൊട്ട് കാക്കണയല്ല. എല്ലാവിധത്തുള്ള ആപത്ത് മുസീബത്തുകളെ തൊട്ട് കാക്കണേ റബ്ബേ. അല്ലാഹുവേ പടച്ചവനെ ഒരുപാട് രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന കാലമാണ്. അല്ലാഹുവേ മാരകമായ ക്യാൻസർ പോലെ, ബ്രെയിൻ ട്യൂമർ പോലെ പേരില്ലാത്ത മരുന്നില്ലാത്ത രോഗങ്ങളെ കൊണ്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ അവകൾ തന്ന് പരീക്ഷിക്കല്ല റബ്ബേ. ഒരുപാട് ഉമ്മമാർക്ക് ഒരുപാട് ക്യാൻസർ അസുഖം വന്നിട്ട് രോഗങ്ങളായി ഹോസ്പിറ്റലിൽ കഴിയുന്നുണ്ട്, വീടുകളിൽ കഴിയുന്നുണ്ട്. അതുപോലെ നരമ്പിന്റെ ന്യൂറോയിഡ് പ്രശ്നങ്ങളുള്ളവരുണ്ട്. അതുപോലെ തന്നെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ പോലെ ഒരുപാട് രോഗങ്ങൾ പിടിപെടുന്ന ഒരുപാട് സഹോദരിമാരും സഹോദരങ്ങളും എല്ലാവർക്കും നീ ശിഫാ കൊടുക്കണയല്ലാ. ഞങ്ങൾ കഴിക്കുന്ന മരുന്നിൽ നീ ശിഫാ തരണയല്ലാ. അല്ലാഹുവേ പടച്ചവനെ ലോക മുഅ്മിനീങ്ങൾക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണയല്ലാ. എല്ലാവർക്കും നീ ഇസ്സത്ത് കൊടുക്കണയല്ലാ. ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഒരുപാട് പേര് പ്രയാസത്തിലാണ്, സങ്കടത്തിലാണ്. അല്ലാഹുവേ യുദ്ധഭീതിയിലാണ് പല സ്ഥലങ്ങളും. എല്ലാവർക്കും സമാധാനവും റാഹത്തും കൊടുക്കണയല്ലാ. ഇസ്ലാമിന്റെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണയല്ലാ. മുസ്ലിമീങ്ങൾക്ക് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ. പല സ്ഥലത്തും മഴ കനക്കുകയാണ്, എന്നാൽ വിവിധ സ്ഥലങ്ങളിൽ മഴയില്ലാതെ നല്ല ചുട്ടുവേനലിൽ പൊള്ളുന്ന ആളുകളുമുണ്ട്. അല്ലാഹുവേ ഖൈറായ മഴ ഞങ്ങൾക്ക് തരണയല്ലാ. ഷർറായ അദാബായ മഴയെ തൊട്ട് കാക്കണയല്ലാ. ഞങ്ങളുടെ വീടുകളിൽ നീ ബറക്കത്ത് തരണയല്ലാ, സലാമത്ത് തരണയല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഒരുപാട് അപകടങ്ങൾ കൂടുന്ന കാലമാണ്. ഞങ്ങളൊക്കെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ്, ട്രെയിനുകളിലും അതുപോലെ ഫ്ലൈറ്റുകളിലൊക്കെ സഞ്ചരിക്കുന്നവരാണ്. അപകടങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ. ആക്സിഡന്റ് മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ എല്ലാവിധത്തുള്ള നിഅമത്തും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഈ സദസ്സ് സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ഈ സദസ്സിൽ ഞങ്ങളെ ചൊല്ലിയ എല്ലാവിധത്തുള്ള ദിക്റുകൾക്കും തസ്ബീഹുകൾക്കും ഒരുപാട് പ്രതിഫലമുണ്ടല്ലോ, അത് മുഴുവനും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് നാളെയും നമ്മുടെ മജ്‌ലിസ് ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക. നമ്മുടെ മജ്‌ലിസിന്റെ ഈ ലിങ്ക് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഖബൂലാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.